ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ സാം കെ സതീഷ്, കോതമംഗലം ബഥേൽ ബാപ്റ്റിസ്റ്റ് സഭാംഗമാണ്. ജേണി ത്രൂ ദി സാംസിന്റെ 154 ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം സങ്കീർത്തനം 88 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ്. ഈ സങ്കീർത്തനം കോരഹപുത്രന്മാരുടെ ആണെന്ന് ഈ സങ്കീർത്തനത്തിന്റെ തലക്കെട്ടിൽ കാണുന്നു. മാത്രമല്ല എസ്രായനായ ഹേമാന്റെ ഒരു ധ്യാനമെന്നും കാണുന്നു. വാസ്തവത്തിൽ ഹേമാൻ ഇത് എഴുതുകയും കോരഹപുത്രന്മാർ ഇത് ആലയത്തിൽ യഥാവസരം ആലയിക്കുകയും ചെയ്തു എന്ന് അനുമാനിക്കാം. എസ്രായനായ ഹേമാൻ ആരാണെന്ന് 1 രാജാക്കന്മാർ 4:31 കാണുവാൻ കഴിയുന്നുണ്ട്. സന്തോഷത്തിന്റെയും നൃത്തത്തിന്റെയും സങ്കീർത്തനമായ 87 പിന്നാലെ വിലാപത്തിന്റെയും നിരാശയുടെയും മാത്രമായി സങ്കീർത്തനം വരുന്നത് അത്ഭുതകരമാണ്. 87 88 സങ്കീർത്തനങ്ങൾ കോരഹപുത്രന്മാർ പാടിയതാണ്. സങ്കടത്തിന്റെയും സന്തോഷത്തിന്റെയും ഗാനങ്ങൾ ദൈവാത്മാവ് നൽകുന്നത് പോലെ ഗായകർ പാടുവാൻ കടപ്പെട്ടവരാണെന്ന് സത്യം ഇത് വെളിപ്പെടുത്തുന്നു. ദുഃഖത്തോടും നിലവിളിയോടും കൂടെ ആരംഭിക്കുന്ന മിക്ക സങ്കീർത്തനത്തിലും അവസാനം പ്രകാശത്തിന്റെയും പ്രത്യാശയുടെയും രശ്മികൾ കാണാം. എന്നാൽ ഇത് അതിൽ നിന്നുമെല്ലാം തീർത്തും വ്യത്യസ്തമാണ്. പൂർണ്ണമായും ഒരു വിലാപത്തിന്റെ സങ്കീർത്തനമാണ് 88 സങ്കീർത്തനം. ഇതിന്റെ 1-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കഷ്ടതയുടെ നടുവിലും ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്ന സങ്കീർത്തനക്കാരനെയാണ്. താൻ വലിയ കഷ്ടതയിലായിരുന്നു എന്ന് ഉറപ്പാണ്. കഷ്ടതയിലും ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ തുടരുകയാണ്. 1-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, തന്റെ രക്ഷയുടെ ദൈവമായ യഹോവയെന്ന്. ദൈവം തന്റെ സ്വന്തം എന്ന സങ്കീർത്തനക്കാരൻ ഇവിടെ ആകാശപ്പെടുന്നത് കേൾക്കുന്നത് ശ്രേഷ്ഠമാണ്. എന്റെ രക്ഷയുടെ ദൈവമായ യഹോവ എന്ന് പറയുമ്പോൾ ഹൃദ്യമായ വ്യക്തിപരമായ ഒരു ബന്ധം ദൈവവുമായി സങ്കീർത്തനക്കാരനുണ്ട്. എല്ലാം നഷ്ടമാകുമ്പോഴും നിലനിൽക്കുന്ന നിധി നമ്മുടെ രക്ഷയുടെ ദൈവമായ യഹോവയാണ്. പ്രിയരെ, അപ്രകാരം ഒരു ബന്ധം ദൈവവുമായി നമുക്കും ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ഏതു പ്രതിസന്ധിയിലും പ്രത്യാശയോടെ നിലനിൽക്കാൻ നമുക്ക് സാധിക്കൂ. തുടർന്ന് 2 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ തന്റെ യഥാർത്ഥ അവസ്ഥയും താൻ നേരിടുന്ന പ്രശ്നങ്ങളും വിവരിക്കുകയാണ്. പ്രശ്നങ്ങളുടെ ഒരു കൂമ്പാരമാണ് തന്റെ ജീവിതം. രക്ഷയുടെ ദൈവമായി യഹോവ തന്നെ മറന്നു കളഞ്ഞെന്ന ചിന്തയോടെയാണ് സങ്കീർത്തനക്കാരൻ വിലപിക്കുന്നത്. പലപ്പോഴും ദൈവമക്കളായ നമുക്കും ഇപ്രകാരമുള്ള അവസ്ഥകൾ വന്നേക്കാം. എങ്കിലും സങ്കീർത്തനക്കാരൻ 9-ാം വാക്യത്തിൽ വീണ്ടും തന്റെ പ്രാർത്ഥന തുടരുന്നതായി കാണാം. സാഹചര്യങ്ങൾ എന്തു തന്നെയായാലും താൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയാണ്. കാരണം രക്ഷിപ്പാൻ കഴിയുന്നവൻ ദൈവം മാത്രമെന്ന് സങ്കീർത്തനക്കാരൻ ഉറച്ചു വിശ്വസിച്ചു. ഈ തിരിച്ചറിവാണ് ദൈവമക്കൾക്ക് വേണ്ടത്. ദൈവത്തിലുള്ള ആശ്രയം വൃഥാവല്ല. ദൈവം മറുപടി നൽകാത്തത് നമ്മെ തിരസ്കരിച്ചിരിക്കുന്നത് കൊണ്ടല്ല, മറിച്ച് ദൈവഹിതം നിറവേറേണ്ടതിനാണ്. സങ്കീർത്തനക്കാരന് ഈ പ്രത്യാശ ഉണ്ടായിരുന്നു. അതുകൊണ്ട് താൻ ദൈവത്തോട് മാത്രം തന്റെ ആവശ്യങ്ങളും അവസ്ഥകളും പറയുന്നത്. തന്നെ വിടുവിക്കാൻ, തന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകാൻ ദൈവത്തിന് കഴിയുമെന്നല്ല, മറിച്ച് ദൈവത്തിന് മാത്രമേ കഴിയൂ എന്ന ഉറച്ച വിശ്വാസമുള്ളത് കൊണ്ടാണ് താൻ ദൈവത്തെ മാത്രം വിളിച്ചപേക്ഷിക്കുന്നതും ദൈവത്തെങ്കിലേക്ക് തന്റെ കൈകളെ മലർത്തുന്നതും. പ്രിയരെ, നമ്മുടെ ജീവിതത്തിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ദൈവത്തിൽ നിന്നും അകന്നു പോകുകയല്ല വേണ്ടത്. ദൈവത്തോട് അടുത്തു ചെന്ന് പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പാനും പ്രത്യാശയിൽ നിലനിൽപ്പാനും നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം മുഖാന്തരം ദൈവനാമം മഹത്വപ്പെടുകയുള്ളൂ. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.